മാന്നാർ പഞ്ചായത്ത് 18-ാം വാർഡിലെ പൊതുവൂർ കൊച്ചുതറ നിവാസികൾക്ക് മഴക്കാലം എന്നാൽ തീരാ ദുരിതത്തിന്റെ കാലമാണ്. ഒരു മഴ പെയ്താൽ തുടങ്ങുന്ന ദുരിതം മഴക്കാലം കഴിഞ്ഞാലും മാറാതെ കിടക്കും. വെള്ളപ്പൊക്കം മാത്രമല്ല, രോഗാണുക്കൾ നിറഞ്ഞ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരവും മാറാവ്യാധികളും ഇവർക്ക് എന്നും ദുരിതങ്ങളാണ് സമ്മാനിക്കുന്നത്. ഓരോ മഴക്കാലവും മാന്നാർ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ പൊതുവൂർ കൊച്ചുതറ നിവാസികൾക്ക് ദുരിതകാലമാണ്. ഒരു മഴ പെയ്താൽ തുടങ്ങുന്ന ദുരിതം മഴക്കാലം കഴിഞ്ഞാലും ഇവരെ വിട്ടുമാറുന്നില്ല. വെള്ളപ്പൊക്കം മാത്രമല്ല, രോഗാണുക്കൾ നിറഞ്ഞ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരവും മാറാവ്യാധികളും ഇവർക്ക് നിത്യേന ദുരിതം സമ്മാനിക്കുകയാണ്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ പൊതുവൂർ ഭാഗത്തേക്ക് തിരിയുന്നിടത്താണ് കൊച്ചുതറ പ്രദേശമുള്ളത്. അപ്പർ കുട്ടനാടൻ മേഖലയായ കുരട്ടിശ്ശേരി പുഞ്ചയിലെ കരിക്കോട് പാടത്തോട് ചേർന്ന് കിടക്കുന്ന കൊച്ചുതറ ഭാഗം മഴ പെയ്താൽ വെള്ളത്തിലാകും. പൊതുവൂർ റോഡിൽ നിന്നും 1.5 മീറ്ററോളം താഴ്ചയിലാണ് ഈ പ്രദേശം നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാലത്തും വെള്ളക്കെട്ട് ഒഴിയാറില്ല. ഇവിടെ 30 വീടുകളിലായി 100ഓളം പേരാണ് താമസിക്കുന്നത്. 6 മാസം വെള്ളത്തിലും 6 മാസം കരയിലും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് തങ്ങളെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടുത്തെ കിണറുകളിലെ വെള്ളം കുടിക്കാനോ പാചകം ചെയ്യുന്നതിനോ ഉപയോഗിക്കാൻ പറ്റിയതല്ല. മണപ്പുറത്തു നിന്നും കൊച്ചുതറയിലേക്ക് പൈപ്പ് ലൈൻ വഴി വെള്ളം എത്തിയിരുന്നുവെങ്കിലും 1 വർഷത്തോളമായി മോട്ടോർ കേടായതിനാൽ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ജൽജീവൻ പദ്ധതിയാണ് ആകെയുള്ള ആശ്രയം. 2010-2015 കാലയളവിൽ റോഡും സ്ഥലവും ഉയർത്തി സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഇട്ടിരുന്നെങ്കിലും നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. മലിനജലത്തിലൂടെയുള്ള സഞ്ചാരം കൊച്ചുതറയിൽ വെള്ളം കയറുന്നതോടെ മാറാവ്യാധികളും പടരാൻ ഇടയാക്കുന്നുണ്ട്. മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് സംവിധാനമില്ലാത്തതും ദുരിതത്തിന് ആക്കം കൂട്ടുന്നു. വർഷങ്ങളായി മഴക്കെടുതിയിൽ നട്ടം തിരിയുന്ന ഇവിടുത്തെ കുടുംബങ്ങൾ ഈ മഴക്കാലത്തും പുറം ലോകത്തേക്കിറങ്ങാൻ ഈ മലിനജലത്തിലൂടെ തന്നെ നടക്കണം. ഇതുമൂലം ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിലുകളും വ്യാധികളും ജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരിക്കുകയാണ്. കറുത്ത നിറത്തിലുള്ള വെള്ളത്തിനു മീതെ പരന്നു കിടക്കുന്ന എണ്ണപ്പാടയും പ്രദേശവാസികളിൽ ഭീതി പരത്തുന്നു. വെള്ളത്തിലിറങ്ങുന്നവരുടെ കാലുകൾ ചൊറിഞ്ഞ് തടിക്കുന്ന സ്ഥിതിയുണ്ട്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ പലവിധ രോഗങ്ങളുടെ പിടിയിലാണ് ഇവിടെ. കരിക്കോട്ട് പാടത്തിന്റെ ദുരവസ്ഥയാണ് ഇവിടുത്തെ ദുരിതത്തിന് പ്രധാന കാരണമായി പറയുന്നത്. പ്രദേശത്ത് പുതൂർ കൊച്ചുതറ ഭാഗമാണിത്. ഇവിടെ ഏതാണ്ട് 22 കുടുംബങ്ങളുണ്ട് താമസം. 1-2 നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെയെല്ലാം വെള്ളം കയറുന്ന പ്രദേശമാണ്. ഇവിടെ ആണെങ്കിൽ ഈ ഞാൻ നിൽക്കുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് പിച്ചിങ് തരാം എന്ന് നമ്മുടെ സർക്കാർ നവകേരള സദസ്സിന് പങ്കെടുത്തപ്പോൾ എനിക്കത് 185 മീറ്റർ വീടിൻ്റെ മുൻവശത്തൂടെ ഈ പാടത്തിൻ്റെ വഴിയെ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് എനിക്ക് അവിടുന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. ആ ലെറ്റർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേവരെ അത് നടന്നിട്ടില്ല. ഈ കാണുന്ന കലിങ്ങിൻ്റെ അവിടെ മുതൽ ഇങ്ങോട്ട് ഈ 185 സെൻറ്റിന് ഒന്നുകൂടെ പൊക്കി മണ്ണിട്ട് നിർത്തിയാൽ ചിലപ്പം ആദ്യത്തെ ഇതുപോലുള്ള വെള്ളപ്പൊക്കമൊന്നും പെരയ്ക്കകത്ത് കയറിയാൽ ഞങ്ങളുടെ വഴിയിൽ പോലും ഇറങ്ങത്തില്ല. 22 വീട്ടുകാരെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ തന്നെ ഏതാണ്ട് 4, 5, 6 കുടുംബങ്ങളുണ്ട്. അതിനകത്ത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് വൃത്തിയാക്കി തന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും. ഈ പറയുന്ന ഞാൻ പോലും താമസിക്കുന്ന വീടിൻ്റെ മുൻവശത്ത് നിന്നാണ് ഈ സംസാരിക്കുന്നത്. പക്ഷേ പെരയ്ക്കകത്തെല്ലാം വെള്ളമായിരുന്നു. വെള്ളം പറ്റിയപ്പം പെരയ്ക്കകമെല്ലാം തൂത്തുവാരി ഇട്ടിരിക്കുക. കൊച്ചു പിള്ളേരുള്ളതുകൊണ്ട് ഈ അളഞ്ഞ വെള്ളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കാനോ അല്ലെങ്കിൽ നടത്തിക്കാനോ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിലാണ് താമസം. ഇവിടെ ആണെങ്കിൽ ഇത്രയും വീട്ടുകാർ താമസം ഉണ്ടെങ്കിൽ പോലും ഇത്രയും പ്രകൃതിക്ഷോഭം വന്നിട്ട് വലിയൊരു ക്യാമ്പ് പോലും നമ്മുടെ ഈ 18-ാം വാർഡിൽ നടന്നിട്ടില്ല. ഈ കിടക്കുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന 22 വീട്ടുകാരും താമസിക്കുന്ന വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും നിലങ്ങളാണ്. നിലങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷത്തിന് മുൻപെങ്ങാണ്ട് ഇവിടെ കൃഷി ചെയ്തതാണ്. പിന്നെ ഇവിടെ കൃഷിയില്ല. കാടും മേടുമെല്ലാം കയറി കിടന്നിട്ട് പോച്ചയും കിളിച്ച് വെള്ളം പൊങ്ങിയാൽ തന്നെ നീരൊഴുക്കില്ല. കറുത്ത വെള്ളമാണ്, അട്ട വെള്ളം. അതുപോലെ തന്നെ ഈ വേസ്റ്റ് മറ്റുള്ളതെല്ലാം കൊണ്ട് തള്ളുന്നത് ഇവിടാണ്. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൃഷി ചെയ്യാതെ കിടക്കുന്ന പാടം മുഴുവൻ പുല്ല് വളർന്ന് മലിനജലം ഒഴുകിപ്പോകാത്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്താകെ ദുർഗന്ധം വമിക്കുന്നുമുണ്ട്. മലിനജലത്തിലൂടെയുള്ള സഞ്ചാരം രോഗബാധയ്ക്ക് കാരണമാകുന്നതായി ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്ന് വാർഡ് മെമ്പർ KC പുഷ്പലത പറയുന്നു. CDNet ന്യൂസ്, മാന്നാർ.